Hi students, in this video we are going to study about the program sum of digits and reverse of a number using functions and without using function. So first I will explain a simple program without function. So what is the question? Sum of digit and reverse of number. So from the question, it's clear that you have to read a number. Okay. So when you will get in a question, what you have to do? When you will get a question, you have to think about the question and you have to think deeply what all are the variables should come in the program to do that program properly, to do that question properly, and how many variables should be there and what will be the data type of the variables and what all are the conditional statements like if, for, do, while, which thing I have to use in that program to make it properly run. Like that, all the things you have to think deeply. So ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പ്രോഗ്രാമറുടെ വ്യൂവിൽ നിന്ന്, അതായത് ഒരു സ്റ്റുഡൻറ്റ് നിങ്ങളുടെ മാതിരി നിങ്ങളെങ്ങനെ തിങ്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് മിസ് ഇപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സം ഓഫ് ഡിജിറ്റ് കാണണം, അതുപോലെ റിവേഴ്സ് ഓഫ് നമ്പർ കാണണം അല്ലേ? സോ സം ഓഫ് ഡിജിറ്റ് കാണണം. ഞാൻ ഇപ്പോൾ റീഡ് ചെയ്ത നമ്പർ 123 വിചാരിക്കുക. ഒരു നമ്പർ എന്തായാലും റീഡ് ചെയ്യണം എന്നല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നത്. ഒരു നമ്പർ എന്തായാലും റീഡ് ചെയ്യണം. സോ പ്രോഗ്രാമിൽ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണേൽ എന്ത് വേണ്ടി വരും? ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ എന്തായാലും ചോദിക്കണം, അത് നമുക്കറിയാം. പിന്നെ സമ്മ് ചോദിച്ചിട്ടുണ്ട്. സോ സമ്മിന് വേണ്ടിയിട്ട് സം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ എന്തായാലും വേണ്ടി വരും. റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എന്തായാലും വേണ്ടി വരും. ഇത് നമുക്ക് മിനിമം അറിയുന്നതാണ്. ഇനി നമ്മൾ ഒരു ഡിജിറ്റിൻ്റെ സമ്മ എങ്ങനെയാണ് കാണുക? നമുക്ക് കാണുമ്പോഴത്തേക്കും അറിയാം ഇതെങ്ങനെ ചെയ്യുക. 1 + 2 + 3 = എത്രയാ? 6 എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഓരോ പ്രാവശ്യവും എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1 + 2 + 3 ആണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇനിയിപ്പോൾ ഇതിൽ കിട്ടുന്നത് ഒരു 2500 ആണ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 7 ആണെന്ന് അറിയാം. സോ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷേ പ്രോഗ്രാം എഴുതുമ്പോൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഇപ്പോൾ ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. 1 2 3 നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെ സമ്മ് ആദ്യം നമ്മൾ ഒരു ഡിജിറ്റ് എടുക്കുന്നു, പ്ലസ് അടുത്ത ഡിജിറ്റ് എടുക്കുന്നു, പ്ലസ് അടുത്ത ഡിജിറ്റ് എടുക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ഓരോ ഡിജിറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് കോഡാണ് എഴുതേണ്ടത്? ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ സി പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് ദിസ് വൺ. ഇതിനെന്താ പറയുക? മൊഡ്യൂളോ ഓപ്പറേറ്റർ എന്നാണ് ഇതിനെ പറയുക. എന്താണ് മൊഡ്യൂളോ ഓപ്പറേറ്റർ? ഇതിൻ്റെ പ്രത്യേകത, ഈ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? റിമൈൻഡറാണ് കിട്ടുക. ദാറ്റ് മീൻസ് 10 mod 5 = എന്താണ്? 0 ആണ് കിട്ടുക. കാരണം 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ്? 0. ആ റിമൈൻഡറാണ് ഇവിടെ കിട്ടുക. അതായത് 3 mod 2 = എന്തായിരിക്കും? അതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 1 ടൈം പോവും. സോ റിമൈൻഡർ എത്രയാണ്? 1. സോ മൊഡ്യൂളോ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത അത് ആ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുക എന്താണ്? റിമൈൻഡറാണ് കിട്ടുക. ഇനി 10/5 ആണെങ്കിൽ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. 3/2 ആണെങ്കിൽ എന്താ കിട്ടുക? 1 കിട്ടുക. ഇനി ഇത് ഇൻഡിജർ ആണെങ്കിൽ ആ 1 കിട്ടുക. ഇതൊരു ഫ്ലോട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10/2 കറക്റ്റ് 1.500 6 ഡിജിറ്റ് വരെ കിട്ടും. ഓക്കെ, സോ ഇതൊക്കെ പോട്ടെ, ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓപ്പറേറ്ററിൻ്റെ പേരെന്താണ്? മൊഡ്യൂളോ ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. സോ ഈ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ 123 mod
എന്ത് കൊടുത്താലാണ് ഈ താഴത്തെ ആളിനെ കിട്ടുക? ആലോചിക്കൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. 10 കൊടുത്തു കഴിഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തത് ഇങ്ങനെ വരും. 123 10 എത്ര പ്രാവശ്യം പോവും? 12 ടൈംസ് പോവില്ലേ? ബാക്കി റിമൈൻഡർ എത്രയാ? 3. സോ ഈ 3 ഇവിടെ വന്നു. കിട്ടിയോ? സോ നമുക്ക് ഒരു ഡിജിറ്റിൻ്റെ റിമൈൻഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ മോഡ്യൂളോ 10 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് അറിയണം. മാത്സ് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. സോ നമുക്കറിയാം മോഡ്യൂളോ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? റിമൈൻഡർ കിട്ടി. അടുത്തത് ഈ റിമൈൻഡർ കിട്ടണം. 2 കിട്ടണം. അടുത്തത് 1 കിട്ടണം. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കോഡ് അപ്പോൾ നമുക്ക് മനസ്സിലായി. മോഡുലർ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റിമൈൻഡർ കിട്ടും എന്നുള്ളത് മനസ്സിലായി. ഇനി അപ്പോൾ നമ്മൾ ഒപ്പം എന്തെഴുതാൻ പോവുകയാണ് കേട്ടോ? കോഡ് എഴുതാൻ പോവുകയാണ്. സോ ഒരു ഡി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എടുത്തു. ഡി ഈസ് ഈക്വൽ ടു n mod 10 എന്ന് കൊടുത്തു. സോ നമുക്ക് ഈ 123 എന്ത് കിട്ടി? 3 ആണ് ഇപ്പോൾ ഡിയിലുള്ളത്. ഇനി സമ്മ് നമ്മൾ കാണാൻ പോവുക. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഡി. സമ്മിന് ആദ്യത്തെ വാല്യൂ 0 കൊടുത്തിട്ടുണ്ട്. സോ നമ്മളത് ആഡ് ചെയ്ത് സമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? ഡിയിൽ 3 ആണ്. 3 ആയിട്ട് മാറി. ഇനി നമുക്ക് അടുത്തത് 2 ആണ് കിട്ടുന്നത്. സോ നമ്പറിനൊന്ന് മാറ്റണം. നമ്പറിന് എന്ത് ചെയ്യുക? n ഈസ് ഈക്വൽ ടു n/10 ചെയ്യാം. നമുക്ക് 123 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 12.3 അല്ലേ എന്ന്. നമ്മൾ n ഡിക്ലെയർ ചെയ്തത് ഇൻറ്റീജർ ആയതുകൊണ്ട് പോയിൻ്റ് പാർട്ട് നമുക്ക് കിട്ടില്ല. 12 തന്നെയേ കിട്ടുള്ളൂ. ഓക്കെ. സോ n-ൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി? 12 ആയി. നമ്മൾ സമ്മ് കാണുന്നതിൻ്റെ ഒപ്പം റിവേഴ്സും കൂടി കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റിവേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇതാണ്. റിവേഴ്സിന് ആദ്യം ആറിന് എന്ത് കൊടുത്തിട്ടുണ്ട്? 0 കൊടുത്തിട്ടുണ്ട്. ആറിന് ആദ്യം 0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 ഇൻറ്റു 10 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ള ഈ 3 ഇസ് ഈക്വൽ ടു എന്താ വരിക? 0 ഇൻറ്റു 10 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 3 തന്നെ കിട്ടും. ഓക്കെ. അപ്പം ഇത്രയും നമ്മൾ ചെയ്തു വെച്ചോട്ടാ. ഇനി അതിൻ്റെ അടുത്ത പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളുടെ നമ്പർ എന്തായാലും വൈൽ ലൂപ്പിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുക. ഏതുവരെ ചെയ്യണം? n കുറയുന്നത് വരെ ചെയ്യണം. സോ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്തു വീണ്ടും നമ്മുടെ വൈൽ ലൂപ്പിൽ n നോട്ട് ഈക്വൽ ടു 0. n നോട്ട് ഈക്വൽ ടു 0 ആണോ? ആണ്. കാരണം n-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രയാണ്? 12 നോട്ട് ഈക്വൽ ടു 0. 12 നോട്ട് ഈക്വൽ ടു 0 ആണ്. വീണ്ടും നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാണ്. ഡി ഈസ് ഈക്വൽ ടു 12 mod 10 ഈസ് ഈക്വൽ ടു 2 കിട്ടി. സം ഈസ് ഈക്വൽ ടു മുന്നത്തെ സമ്മിൻ്റെ വാല്യൂ നോക്കുക 3 ആണ്. സോ 3 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 5 കിട്ടി. n ഒന്ന് മാറി. n 12-നെ എന്ത് ചെയ്യണം? വീണ്ടും 1 ആക്കി. റിവേഴ്സ് നമ്പറിന് എന്താ ചെയ്യേണ്ടത്? മുന്നത്തെ റിവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 10 പ്ലസ് ഡി ആണ്. ഡി എന്ന് പറയുമ്പോൾ 2 ആണ്. ദാറ്റ് മീൻസ് 30 പ്ലസ് 2 32. റിവേഴ്സ് ചെയ്യാട്ടോ നമ്മൾ. ഓക്കെ. കഴിഞ്ഞില്ലേ? ഇനി വീണ്ടും വൈലിൽ ചെക്ക് ചെയ്തു. വൈലിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായിരുന്നു? 1 ആയിട്ട് 1 നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. യെസ് 0 ആണ്. ഡിയുടെ വാല്യൂ എന്താണ്? 1 mod 10 ഈസ് ഈക്വൽ ടു 1. സമ്മിൻ്റെ വാല്യൂ മുന്നത്തെ 5 ആണ്. 5 പ്ലസ് ഇപ്പം കിട്ടിയ 1 ഈസ് ഈക്വൽ ടു 6. n-ൻ്റെ വാല്യൂ 1 mod 10 ഈസ് ഈക്വൽ ടു 0. r ഈസ് ഈക്വൽ ടു മുന്നേ കിട്ടിയ 32 ഇൻറ്റു 10 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 321. ഓക്കെ. വീണ്ടും ചെക്ക് ചെയ്തു. n എന്ന് പറയണത് ഇപ്പോൾ എത്രയാ? 0 ആയി. കണ്ടോ? 0 നോട്ട് ഈക്വൽ ടു 0 ആണോ? അല്ല, ഫാൾസ്. അപ്പോൾ ഫോർ ലൂപ്പ് എന്തായി? എക്സിറ്റ് ആയി. സോ ഈ പറഞ്ഞ പ്രകാരം ആണ് എന്തുണ്ടായിരിക്കണത്? നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് 3 ഡിജിറ്റുള്ള നമ്പർ ആയതുകൊണ്ട് 3 ലൂപ്പ് മതി. ലൂപ്പ് 1, ലൂപ്പ് 2 ആൻഡ് ദിസ് ഈസ് ലൂപ്പ് 3.
ഓക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് മാത്സ് ആണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് റിമൈൻഡർ കിട്ടാൻ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്ക് 123 നമുക്ക് എന്താക്കണം, 321 ആക്കണം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിവിടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ അറ്റത്തുള്ള നമ്പർ 10ൻ്റെ 100ൻ്റെ. സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, ഈ 6ൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇനി പ്രോഗ്രാം നോക്കുക. ഞാൻ അപ്പോൾ ഇതിൻ്റെ മാത്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രോഗ്രാമിൽ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഹെഡ് ഓഫ് ഫയൽസ് എഴുതി #include stdio.h, #include conio.h, void main, open the brace. നമുക്ക് പ്രോഗ്രാമിൽ എന്തൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിക്ലറേഷൻ പാർട്ടാണ്, നമുക്ക് റീഡ് ചെയ്യണം ഒരു ഇൻറ്റീജർ, അതിന് വേണ്ടിയിട്ട് n. പിന്നെ സമ്മ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മിന് ഇനീഷ്യലൈസ് ചെയ്തു, സം ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തിനാ ഇനീഷ്യലൈസ് ചെയ്യണമെന്നൊരു ഡൗട്ട് വരും. ചില ടൈംസിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗാർബേജ് വാല്യൂസ് വരും. എന്താ ഗാർബേജ് വാല്യൂസ് പറഞ്ഞാൽ, മെമ്മറിയിൽ ഓൾറെഡി കുറേ സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട്, അതിലൊക്കെ മുന്നേ സ്റ്റോർ ചെയ്ത വാല്യൂസ് ഉണ്ട്. ആ സ്പേസസ് ആണ് എടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ അതിലത്തെ വാല്യൂസ് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാത്തമാറ്റിക്സ് ഇക്വേഷൻസ് പ്ലസ് സബ്ട്രാക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇക്വേഷൻസിൽ വരുന്ന വേരിയബിൾസിന് എന്ത് കൊടുക്കുന്നത്, 0 കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തിട്ടില്ലെങ്കിൽ ആൻസർ കിട്ടും, എന്നാലും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ കുറേ കൂടി ബെറ്ററാണ്. ദെൻ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുത്തു, റിവേഴ്സിന് വേണ്ടിയിട്ട് 6 കൊടുത്തു. ഇനി എൻ്റർ എൻ ഇൻറ്റീജർ, നമ്മൾ ചോദിക്കുകയാണ് ഒരു ഇൻറ്റീജർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അത് റീഡ് ചെയ്യണമല്ലോ, ഉടൻ തന്നെ എന്ത് എഴുതണം, സ്കാൻ ഓഫ് %d ആംപർസെൻഡ് n എഴുതി. സോ എന്നിലേക്കാണ് നമ്മുടെ വാല്യൂ ആയ 123 റീഡ് ആയിരിക്കുന്നത്. ഇനി വൈൽ ലൂപ്പ് എഴുതുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കോഡാക്കി മാറ്റി. എന്താണ്, വൈൽ n not equal to 0. കാരണം നമ്മൾ എന്നിനെ ഓരോ ടൈംസും ഡിവൈഡ് ചെയ്ത് 0 വരെ എത്തും. അപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ കണ്ടീഷൻ എന്ത് എഴുതണം, വൈൽ n not equal to 0 ആണെങ്കിൽ മാത്രം ഉള്ളിലേക്ക് കിടക്കുക. ഫസ്റ്റ് കോഡ് എന്താണ്, റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് d is equal to n mod 10. നെക്സ്റ്റ് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് d. ഇവിടെ കണ്ടുപിടിച്ച d ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ദെൻ എന്നിനെ ഒന്ന് ചെറുതാക്കുക. അതിനുശേഷം റിവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് r × 10 + d. ഓക്കെ, അപ്പം ഇതിനെ 10 ചെയ്യണമെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ റിമൈൻഡർ എന്തായിരുന്നു, 3 ആയിരുന്നു. സോ 3 × 10 ആദ്യത്തെ റിമൈൻഡർ 6ൻ്റെ വാല്യൂ 0 × 10 + 3 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 വരും. നെക്സ്റ്റ് ടൈം എന്ത് വരും, 6 3 അപ്പോൾ 3 × 10 അടുത്ത റിമൈൻഡർ 2 ആണ്. അപ്പോൾ 32 കിട്ടും. പിന്നെ 32 × 10 + 1 is equal to 321 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നമ്പറിനെ റിവേഴ്സ് ചെയ്യണത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. സോ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുക. ഈ വൈൽ ലൂപ്പ് ഫുൾ കറങ്ങി കഴിഞ്ഞാൽ അവസാനത്തെ ഡിജിറ്റ് എത്ര നേരത്ത് ഇവിടെ എന്താവും, എന്നിൻ്റെ വാല്യൂ 0 ആയിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ എക്സിറ്റ് ആവും. ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക, സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു %d. ഏത് വേരിയബിളിലാണ്, സമ്മിൽ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. റിവേഴ്സ് ഓഫ് എ നമ്പർ ഏതിലാണ്, 6ൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഗെറ്റ് CHA, ക്ലോസ് ദ ബ്രേസ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതാണ് സിമ്പിൾ പ്രോഗ്രാം. ലാബ് ക്വസ്റ്റ്യൻ ആണ്. ഏതിലത്തെ, സെക്കൻഡ് സെമ്മിലത്തെ ലാബ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സെമ്മത്തെ അല്ല, ഫസ്റ്റ് സെമ്മത്തെ ലാബ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും സം ഓഫ് ഡിജിറ്റ്സ് ആൻഡ് റിവേഴ്സ് ഓഫ് എ നമ്പർ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ് ഇത്. Now we are going to convert the same program by using functions. Functions വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ പറയുന്ന പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ എന്താണ്, ഇപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുക ചെയ്യുക. നമ്മൾ പറഞ്ഞു ചെറിയ പ്രോഗ്രാമിൽ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പഠിക്കാം, എന്നിട്ട് മതി വലുതിലെ ചെയ്യാന്നുള്ളത്. സോ നോക്ക്, ഇതാണ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സോ മിസ്സ് എന്തിനുള്ള ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്സ് ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. എന്താ ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫംഗ്ഷൻ സം ഓഫ് ഡിജിറ്റ്സും കാണും, റിവേഴ്സ് ഓഫ് എ നമ്പറും കാണും. ഓക്കെ, സോ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ സം ഓഫ് ഡിജിറ്റ്സും റിവേഴ്സും കാണുന്ന കോർ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്,
യെസ്, ഡെഫിനറ്റ്ലി ഈ പാർട്ടാണ് കോർ പാർട്ട്, ഒരു സംശയവുമില്ല, ഇല്ലേ? സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് ആണ് ഫങ്ഷനായിട്ട് വിളിക്കാൻ പോകുന്നത്. സോ ഇത്രയും പാർട്ട് എവിടെ എഴുതണം? ഈ മെയിൻ്റെ ഉള്ളിലല്ല എഴുതുക. അപ്പോൾ ആ നേരത്ത് ഫങ്ഷൻ ഡെഫിനിഷനിൽ വേണം ഇത്രയും പാർട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫങ്ഷൻ്റെ പേര് സം അണ്ടർസ്കോർ റിവേഴ്സ്, അതാണ് ഞാൻ ഫങ്ഷന് പേര് കൊടുക്കുന്നത്. സോ ഞാൻ റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ പ്രോഗ്രാം റീറൈറ്റ് ചെയ്യുമ്പോൾ മുഴുവൻ എഴുതുന്നില്ല. ഇതാ ഈ കോഡ് #include_stdio.h അതുപോലെ എഴുതുക, conio.h അതുപോലെ എഴുതുക. അതിനുശേഷം വോയിഡ് മെയിൻ തുടങ്ങണേക്കാളും മുന്നേ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണം. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗ്ലോബലി ചെയ്യണം എന്ന്. അപ്പോൾ ഈ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഈ ഫങ്ഷൻ പാരാമീറ്ററിന് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ ചെയ്യണത്? ഞാൻ വേണമെങ്കിൽ 2 ഫങ്ഷനായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒറ്റൊരു ഫങ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞേ? എൻ്റെ ഫങ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വോയിഡ് കൊടുത്തു. പേരെന്താണ്? സം അണ്ടർസ്കോർ റിവേഴ്സ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു ഒറ്റ നമ്പറിനെ ഇത് പാസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റ് എക്സ്. ഓക്കെ, ഒരു നമ്പറിനെ ഇത് പാസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ? നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ പറഞ്ഞിട്ട് ഒരു നമ്പർ മതിയല്ലോ സമ്മും റിവേഴ്സും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ 1, 2 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഇവിടെ മെയിൻ ആണെങ്കിൽ ഫംഗ്ഷനുള്ള പ്രോഗ്രാമിലെ 3ാമത്തെ ലൈൻ എന്താണ്? ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. പിന്നെ എന്ത് എഴുതാം? മെയിൻ എഴുതാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ എഴുതാം വോയിഡ് മെയിൻ എഴുതി, കേളി ബ്രാക്കറ്റും സെയിം ആയിട്ട് ഇട്ടു, ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ഞാനിവിടെ എന്താ ചെയ്ത്? ഇൻറ്റ് എന്നിനെ ഡിക്ലെയർ ചെയ്തു. ബാക്കി പറയുന്ന സമ്മും ഡിയും ആറും ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നില്ല. കാരണം ഞാൻ മെയിനിലല്ല ഈ പറഞ്ഞ വേരിയബിൾസ്, ഇവിടെയല്ലേ സമ്മ് ഡി ആർ എന്ന് പറഞ്ഞത്. ഇതൊന്നും ഞാൻ ഇവിടെയല്ല, ഫങ്ഷൻ ഡെഫിനിഷനിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഞാൻ അതൊന്നും ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിക്ലറേഷൻ പാർട്ട് ഒന്ന് മാറ്റേണ്ടി വന്നു. ഡിക്ലറേഷൻ മാറ്റേണ്ടി വന്ന ഭാഗം മാത്രം ഞാൻ വരടുന്നുണ്ട്. ഇത് പുതിയ ആൾക്കാർ ജസ്റ്റ് മാറി വരും. നെക്സ്റ്റ് ഞാനിവിടെ എന്താ ചോദിക്കേണ്ടത്? printf enter an integer. ഇൻറ്റീജർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. scanf %d %n എന്നിലോട്ട് റീഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ എന്നിലേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത്രയാണ് മെയിൻ പാർട്ട് എന്ന്. ഈ മെയിൻ പാർട്ട് ഞാൻ ഇനി എവിടെ എഴുതാൻ പോകുന്നത്? ഫങ്ഷൻ ഡെഫിനിഷനിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ പാർട്ടിലാണ് ആരെന്നെ ഫങ്ഷൻ എവിടെ കോൾ ചെയ്യാന്ന് ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ശരിക്കും കോർ പാർട്ടാണ് ചെയ്യേണ്ടത്. ആ കോർ പാർട്ട് ചെയ്യേണ്ട ഭാഗത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുക? ഫങ്ഷനെ വിളിക്കുക. നമ്മൾ ഫങ്ഷനെ എങ്ങനെ വിളിക്കുക? ജസ്റ്റ് വെറുതെ പേര് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷൻ്റെ പേരെന്താ? സം അണ്ടർസ്കോർ റിവേഴ്സ്. പേര് വിളിക്കുമ്പോൾ എന്നിലല്ലേ നമ്മുടെ ഇൻറ്റീജർ ഉള്ളത്. പിന്നെ ഇൻറ്റ് എന്നൊന്നും എഴുതണ്ട. അവിടെ എന്താ എഴുതിയാൽ മതി? എൻ എഴുതി സെമിക്കോളൻ ഇട്ടാൽ മതി. ഫങ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യണില്ലല്ലോ. അപ്പോൾ ഫങ്ഷനെ വെറുതെ വിളിക്കുമ്പോൾ ഫങ്ഷനിലേക്ക് കൺട്രോൾ പോകും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ചെയ്യണോ? ഒന്നുമില്ല. ഞാൻ മെയിൻ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്ക്, ഞാൻ ഫങ്ഷൻ ഡെഫിനിഷനിൽ ഇത്രയും കാൽക്കുലേഷൻ ചെയ്തിട്ട് പ്രിൻറ്റും കൂടെ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇത്രയും പാർട്ട്, ഈ 2 പാർട്ടും ഫങ്ഷൻ ഡെഫിനിഷനിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ യൂസറുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണതെന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, സോ നമ്മുടെ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്തു? ഗെറ്റ് CH എഴുതി. മെയിൻ ഭയങ്കര സ്മോളായിപ്പോയി ഇപ്പോൾ. ഓക്കെ, പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല. കാരണം ഫങ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ദിസ് ഈസ് ഫങ്ഷൻ കോൾ. ഇനി ആരാ വേണ്ടത്? ഫങ്ഷൻ ഡെഫിനിഷൻ മെയിൻ കഴിഞ്ഞിട്ട് എഴുതുക. എങ്ങനെ എഴുതുക? ഡിക്ലെയർ ചെയ്ത് അതേപോലെ തന്നെ എഴുതുക. void സം അണ്ടർസ്കോർ
റിവേഴ്സ് ഇൻറ്റ് എക്സ് സെമികോളൻ ഇടരുത്, ഓപ്പൺ ദ ബ്രേസ്, ക്ലോസ് ദ ബ്രേസ്. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എന്ത് എഴുതണം? നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടുള്ള ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള മെയിൻ പാർട്ട് എഴുതണം. സോ while n not equal to 0, d is equal to n mod 10, sum is equal to sum plus d, n is equal to n by 10, r is equal to r into 10 plus d. while loop കഴിഞ്ഞു. അതിനുശേഷം while loop കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക? printf sum of digits equal to percentage d sum. printf reverse of number is equal to percentage d r. See, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. അവിടെ എഴുതിയ കോർ പാർട്ട് ഞാൻ ഇവിടെ എഴുതി. സോ this is a program to find the sum of digits and reverse of a number using function. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഞാൻ എന്താ ചെയ്തത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിലാണ് എന്ത് ചെയ്തത്? എല്ലാ കാൽക്കുലേഷനും ചെയ്തത്, പ്രിൻ്റ് ചെയ്തതും അവിടെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും റിട്ടേൺ ചെയ്യാതിരുന്നത്. ഓക്കെ, ഇനി അറ്റ് എ ടൈം ഒരു വേരിയബിളെ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരാളിനെ റിട്ടേൺ ചെയ്യാം, ഒരാളിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് നമ്മുടെ താല്പര്യം പ്രകാരം ചെയ്യാം. ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് മാത്രം. സോ ഇതിപ്പോൾ ഒന്നും റിട്ടേൺ ചെയ്യാത്തതല്ലേ. ഇതിനൊന്ന് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനനുസരിച്ചിട്ട് ഡിക്ലറേഷൻ മാറ്റണം. ഇവിടെ ഇൻറ്റ് ആക്കണം. എന്നിട്ട് ഇവിടുന്ന് ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിളിനെ ഇവിടെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഈ സെയിം പ്രോഗ്രാമിനെ ഞാൻ ഒന്നും കൂടി ഒന്ന് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. പലതരത്തിൽ നമുക്ക് എഴുതാം. ഇന്നതേ എഴുതാൻ പാടുള്ളൂ എന്നൊന്നും നിർബന്ധം ഇല്ല. സോ ഈ സെയിം പ്രോഗ്രാമിനെ ഞാൻ റിട്ടേൺ ടൈപ്പ് ആക്കിയിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താ ചെയ്യണോ? ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അവിടെ ഇൻറ്റ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ, റിവേഴ്സിനെ റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ആ വാരിയബിളിനെ ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ആർ ഈസ് ഈക്വൽ ടു സം റിവേഴ്സ് എൻ എന്ന് കൊടുത്തു. ഇത് മെയിനാണ്. ഇതിൽ വാല്യൂസൊക്കെ കണ്ടിട്ട് സം ഓഫ് ഡിജിറ്റ്സ് ഞാൻ ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്തു. പക്ഷെ റിവേഴ്സാണ് റിട്ടേൺ ചെയ്യണുള്ളൂ. റിവേഴ്സിനെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്തു? റിട്ടേൺ ആറിനെ റിട്ടേൺ ചെയ്തു. അപ്പോൾ ആ വാല്യൂ ആണ് ഫംഗ്ഷൻ വിളിച്ചോടത്ത് ഇവിടെ വരിക. അപ്പം ഞാനിവിടെ printf reverse of number equal to percentage d r. എന്നിട്ട് get ch. See, പ്രോഗ്രാമിനെ വീണ്ടും ഒന്ന് മാറ്റി. ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? ആ പ്രോഗ്രാം റിട്ടേൺ എ വാല്യൂ, പാസ് എ വാല്യൂ. അപ്പോൾ റിട്ടേൺ ചെയ്യണത് എന്താണ്? റിവേഴ്സ് ഓഫ് എ നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫംഗ്ഷൻ്റെ ഉള്ളിൽ റിവേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ട് സമ്മിനെ റിട്ടേൺ ചെയ്യാം. അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാം. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്ന് ഒരു റൂളില്ല. പക്ഷേ ദർ ഈസ് സം റൂൾ ഫോർ ഫംഗ്ഷൻ. വാട്ട് ആർ ദേ? ഫംഗ്ഷന് ഡിക്ലറേഷൻ ഒരു റൂളുണ്ട്, ഫംഗ്ഷൻ കോളിന് ഒരു റൂളുണ്ട്, ഡെഫിനേഷന് ഒരു റൂളുണ്ട്. ആ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ റൂൾസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. സോ ഫങ്ഷൻസ് ഇപ്പോൾ വിത്തൗട്ട് റിട്ടേണും വിത്ത് റിട്ടേണും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇതിലിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൽ വീണ്ടും വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. കാരണം 4 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ദേ? ഫങ്ഷൻസ് വിത്തൗട്ട് റിട്ടേൺ, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്, വിത്ത് റിട്ടേൺ, വിത്ത് ആർഗ്യുമെൻറ്റ്, ദെൻ വിത്ത് റിട്ടേൺ, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ് ആൻഡ് വിത്തൗട്ട് റിട്ടേൺ, വിത്ത് ആർഗ്യുമെൻറ്റ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുക. 2 എണ്ണമല്ലേ, അപ്പം മാക്സിമം എത്ര പോസിബിൾ ആ 2⁻² = 4 ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് വരും. അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.